എവരിവൺ, നമ്മളിന്ന് 6th സെമസ്റ്റർ BSc മാത്തമാറ്റിക്സിൻ്റെ ന്യൂമറിക്കൽ മെത്തേഡ്സ് എന്ന ഭാഗത്തിലെ ഒരു പ്രോബ്ലമാണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ന്യൂട്ടൺസ് ഫോർവേഡ് ഡിഫറൻസ് ഫോർമുല എന്താണ്, ബാക്ക്വേർഡ് ഡിഫറൻസ് ഫോർമുല എന്താണെന്നൊക്കെ പഠിച്ചു. അത് വെച്ചിട്ടുള്ള പ്രോബ്ലമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഫൈൻഡ് ദ സം Sn is equal to 1 cube plus 2 cube plus etc plus n cube യൂസിങ് ന്യൂട്ടൺസ് ഫോർവേഡ് ഡിഫറൻസ് ഫോർമുല. അതായത് നമുക്ക് 1 ക്യൂബ് പ്ലസ് 2 ക്യൂബ് പ്ലസ് 3 ക്യൂബ് പ്ലസ് എക്സെട്ര n ക്യൂബിൻ്റെ വാല്യൂ എന്താണെന്ന് നമുക്ക് അറിയാം. പക്ഷെ അത് നമ്മൾ ഏത് മെത്തേഡ് വെച്ച് യൂസ് ചെയ്യണം? ന്യൂട്ടൺസ് ഫോർവേഡ് ഡിഫറൻസ് ഫോർമുല വെച്ച് യൂസ് ചെയ്യണം. അപ്പോൾ ഫോർവേഡ് ഡിഫറൻസ് ഫോർമുല യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തൊക്കെ വേണം? y0 വേണം അല്ലേ? നമുക്ക് ഫോർവേഡ് ഡിഫറൻസ് ഫോർമുല എന്താണ്? yn is equal to y0 plus p into delta y0 plus p into p minus 1 by 2 factorial into delta square y0 plus etc എന്ന് വരും അല്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ നമുക്കിവിടെ എന്തൊക്കെ വേണം? y0 അറിയണം, ഡെൽറ്റ y0 വേണം, പിന്നെ ഡെൽറ്റ സ്ക്വയർ y0 വേണം. അങ്ങനെ ഓരോന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് ഉള്ള പ്രശ്നം, നമുക്ക് എന്തില്ല, ഇവിടെ നമുക്ക് വൈക്ക് പകരം എസ് ആണ്. ഓക്കെ, വൈക്ക് പകരം എന്താണ്? എസ് എന്നുകളാണ്. അപ്പോൾ നമുക്ക് y0 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം? S0 കിട്ടണം. പക്ഷെ S0 എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് തുടങ്ങണത് തന്നെ ഏതാണ്? S എന്ന് പറഞ്ഞാൽ 1 ക്യൂബ് മുതലാണ്. അപ്പോൾ S0 എന്ന് പറഞ്ഞാൽ 0 ആണ് അവിടെ അല്ലേ? അപ്പോൾ നമ്മൾ S0 എടുക്കില്ല, അതിന് പകരം നമ്മൾ എന്തെടുക്കും? S1. അപ്പോൾ നമ്മൾ y0 പകരം നമ്മൾ എന്തെടുക്കണത്? y0 പകരം S1. അപ്പോൾ ഡെൽറ്റ y0 പകരം നമുക്ക് എന്തുണ്ടാവും? ഡെൽറ്റ S1. ഡെൽറ്റ സ്ക്വയർ y0 പകരം ഡെൽറ്റ സ്ക്വയർ S1. ഇങ്ങനെയാണ് നമ്മൾ എഴുതാറുള്ളത്. ഓക്കെ, കാരണം എന്തുകൊണ്ടാണ്? നമുക്ക് തന്ന ഇക്വേഷൻ 1 ക്യൂബ് പ്ലസ് 2 ക്യൂബ് പ്ലസ് എക്സെട്ര എന്നാണ്. അതായത് സം ഓഫ് ഇൻഡിജേഴ്സ് എന്ന്, നമുക്ക് സം ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ആണ്. അപ്പോൾ നാച്ചുറൽ നമ്പേഴ്സ് തുടങ്ങണത് തന്നെ എവിടെ നിന്നാണ്? 1ൽ നിന്നാണ്. അപ്പോൾ y0 പകരം നമ്മൾ എടുക്കുന്നത് S1 ആണ്, S0 അല്ല. ഓക്കെ, ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തുടങ്ങാൻ നോക്കാം. ആദ്യം നമ്മൾ എന്ത് ചെയ്തു? നമുക്ക് Sn എന്ന് പറയാൻ എന്താണെന്ന് അറിയാം അല്ലേ? Sn എന്ന് പറയാൻ എന്താണ്? Sn എന്ന് പറഞ്ഞാൽ 1 ക്യൂബ് പ്ലസ് 2 ക്യൂബ് പ്ലസ് എക്സെട്ര പ്ലസ് n ക്യൂബ്. അപ്പോൾ നമുക്ക് ഡെൽറ്റ Sn എന്താ പറയുക? എന്നാൽ ഡെൽറ്റ S1 എന്ത് ചെയ്താൽ മതി? 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ ഡെൽറ്റ S1 ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? Sn പ്ലസ് 1 മൈനസ് Sn. കാരണം നമുക്കറിയാം ഡെൽറ്റ yn ഇസ് ഈക്വൽ ടു ഡെൽറ്റ y1 എന്ന് പറഞ്ഞാൽ എന്താ? ഡെൽറ്റ y0 എന്ന് പറഞ്ഞാൽ y1 മൈനസ് y0 ആണ്. അപ്പോൾ തൊട്ട് മുകളിൽ നിന്നുള്ളത് കുറയ്ക്കുക. ഓക്കെ, അപ്പോൾ അത് പ്രകാരം ഡെൽറ്റ Sn എന്ന് പറഞ്ഞാൽ Sn പ്ലസ് 1 മൈനസ് Sn ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു Sn പ്ലസ്, ഇതാണ് Sn. അപ്പോൾ Sn പ്ലസ് 1 എന്നുണ്ടാവും, ഒരു ടേം കൂടി ഉണ്ടാവും അല്ലേ? 1 ക്യൂബ് പ്ലസ് 2 ക്യൂബ് പ്ലസ് എക്സെട്ര പ്ലസ് n ക്യൂബ് പ്ലസ് n പ്ലസ് 1 ഓൾ ക്യൂബ്. അതാണ് ഏത്? Sn പ്ലസ് 1 മൈനസ് 1 ക്യൂബ് പ്ലസ് 2 ക്യൂബ് പ്ലസ് എക്സെട്ര പ്ലസ് n ക്യൂബ് എന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ ടേം മൊത്തം വെട്ടിപ്പോയി ബാക്കി ആര് മാത്രം ഉണ്ടാവും? n പ്ലസ് 1 ഓൾ ക്യൂബ് ഉണ്ടാവും. അപ്പോൾ n പ്ലസ് 1 ഓൾ ക്യൂബ്. സോ വി ഗെറ്റ് ഡെൽറ്റ Sn ഇസ് ഈക്വൽ ടു, നമുക്ക് കിട്ടിയതാണ് ഡെൽറ്റ Sn ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? n പ്ലസ് 1 ഹോൾ ക്യൂബ് എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഡെൽറ്റ S1 എന്താ കിട്ടുക? ഡെൽറ്റ S1 എന്ന് പറഞ്ഞാൽ 1 പ്ലസ് 1 ഹോൾ ക്യൂബ് ദാറ്റ്സ് ഈക്വൽ ടു 2 ക്യൂബ്. ഓക്കെ, ദെൻ ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യുക? ഡെൽറ്റ സ്ക്വയർ Sn കണ്ടുപിടിക്കുക. ഡെൽറ്റ സ്ക്വയർ Sn എന്താ? ഡെൽറ്റ സ്ക്വയർ Sn വരിക, ഡെൽറ്റ സ്ക്വയർ Sn എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ഓഫ് ഡെൽറ്റ Sn. ഓക്കെ, അപ്പോൾ ഡെൽറ്റ Sn എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം നമ്മൾ. ഡെൽറ്റ സ്ക്വയർ Sn എന്ന് പറഞ്ഞാൽ ഡെൽറ്റ Sn പ്ലസ് 1 കൊടുത്തു ഈക്വൽ ഡെൽറ്റ ഓഫ് ഡെൽറ്റ Sn എന്ന് പറഞ്ഞാൽ എന്താണ്? Sn പ്ലസ് 1 മൈനസ് Sn ഇസ് ഈക്വൽ ടു ഡെൽറ്റ ഓഫ് Sn പ്ലസ് 1 മൈനസ് ഡെൽറ്റ Sn എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഡെൽറ്റ Sn എന്ന് പറഞ്ഞാൽ എന്താ? n പ്ലസ് 1 ഹോൾ ക്യൂബാണ്. അപ്പോൾ ഡെൽറ്റ സ്ക്വയർ Sn നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? ഡെൽറ്റ Sn പ്ലസ് 1 മൈനസ് ഡെൽറ്റ Sn ആവും. ഡെൽറ്റ Sn പ്ലസ് 1 ഇവിടെ നമുക്ക് എന്ത് എഴുതാം? n കാണുന്നത് n പ്ലസ് 1 ആണ്. അപ്പോൾ n പ്ലസ് 1 ഹോൾ ക്യൂബ് അല്ലേ? n കാണുന്നത് n പ്ലസ് 1 എടുത്തു മൈനസ് n plus 1 whole cube.
which is equal to എന്ത് കിട്ടും n plus 2 whole cube minus n plus 1 whole cube എന്ന് കിട്ടും. എക്സ്പാൻഡ് ചെയ്യുക. അപ്പം n ക്യൂബ് പ്ലസ് അല്ലേ നമുക്ക് എന്താ ഉണ്ടാവുക n plus 2 whole cube എക്സ്പാൻഡ് ചെയ്യുക. അതേപോലെ n plus 1 ക്യൂബ് എക്സ്പാൻഡ് ചെയ്യുക. അപ്പോൾ ടേംസ് ഒക്കെ ക്യാൻസൽ ആവും. സോ വി ഗെറ്റ് 3n square minus 9 plus 9n minus plus 7 എന്ന് കിട്ടും. ഓക്കെ, ഒന്നുകൂടി പറയാം. ആദ്യം ഡെൽറ്റ എസ് എൻ കണ്ടുപിടിച്ചു. ഡെൽറ്റ എസ് എൻ എന്ന് പറഞ്ഞാൽ എന്താണ് എസ് എൻ പ്ലസ് 1 മൈനസ് എസ് എൻ ആണ്. അപ്പോൾ അത് n plus 1 whole cube എന്ന് കിട്ടും. ഇനി അടുത്തത് ഡെൽറ്റ സ്ക്വയർ എസ് എൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഡെൽറ്റ സ്ക്വയർ എസ് എൻ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ഓഫ് ഡെൽറ്റ എസ് എൻ എഴുതാം. ഡെൽറ്റ എസ് എൻ നമുക്ക് എന്ത് ചെയ്യാം എസ് എൻ പ്ലസ് 1 മൈനസ് എസ് എൻ എഴുതാം. സ്പ്ലിറ്റ് ചെയ്തു. വിച്ച് ഈസ് ഈക്വൽ ടു ഡെൽറ്റ എസ് എൻ പ്ലസ് 1 മൈനസ് ഡെൽറ്റ എസ് എൻ എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഡെൽറ്റ എസ് എൻ n plus 1 കൊടുക്കുക. അപ്പോൾ ഡെൽറ്റ എസ് എൻ പ്ലസ് 1 എന്താവും എന്നിന് പകരം n plus 1 കൊടുക്കുക. അപ്പോൾ n plus 1 plus 1 ദാറ്റ്സ് n plus 2 whole cube മൈനസ് n plus 1 whole cube എന്ന് കിട്ടും. അത് എന്താണ് എക്സ്പാൻഡ് ചെയ്യുക. അപ്പോൾ n plus 2 whole cube എക്സ്പാൻഡ് ചെയ്യുക മൈനസ് n plus 1 whole cube ഉണ്ടാവും. തമ്മിൽ കുറയ്ക്കുമ്പോൾ n ക്യൂബ് ക്യാൻസൽ ആവും. ബാക്കി n സ്ക്വയറിൻ്റെ ടേംസ് ഒക്കെ എടുക്കുമ്പോൾ 3n സ്ക്വയർ പ്ലസ് 9n പ്ലസ് 7 എന്ന് കിട്ടും. ഇനി നമ്മൾ ഇതേപോലെ എന്ത് ചെയ്യുക ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം ഡെൽറ്റ ക്യൂബ് എസ് എൻ കാണാം. ഡെൽറ്റ ക്യൂബ് എസ് എൻ ഇസ് ഈക്വൽ ടു ഡെൽറ്റ ഓഫ് ഡെൽറ്റ സ്ക്വയർ എസ് എൻ എഴുതാം. ദാറ്റ് ഈസ് ഡെൽറ്റ ഓഫ് ഡെൽറ്റ സ്ക്വയർ എസ് എൻ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം നമ്മൾ. ഡെൽറ്റ ക്യൂബ് എസ് എൻ എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെ വരും. എസ് എന്നിന് പകരം എന്തുണ്ടാവും എസ് എൻ പ്ലസ് 1 ഉണ്ടാവും. എന്താ കിട്ടുക ഡെൽറ്റ സ്ക്വയർ എസ് എൻ പ്ലസ് 1 മൈനസ് ഡെൽറ്റ സ്ക്വയർ എസ് എൻ എന്ന് കിട്ടും. ഡെൽറ്റ എസ് എൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് 3n സ്ക്വയർ പ്ലസ് 9n പ്ലസ് 7 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഉണ്ടാവും 3n പ്ലസ് 1 സ്ക്വയർ പ്ലസ് 9n പ്ലസ് 1 പ്ലസ് 7 മൈനസ് 3n സ്ക്വയർ പ്ലസ് 9n പ്ലസ് 7. ആദ്യത്തെ എന്താണ് ആദ്യത്തെ ഡെൽറ്റ സ്ക്വയർ എസ് എൻ പ്ലസ് 1, അടുത്തത് ഡെൽറ്റ എൻ പ്ലസ് 1. ഇത് എക്സ്പാൻഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ 3n സ്ക്വയർ ഉണ്ടാവും ടേം ഉണ്ടാവും. ഇവിടെ ഒരു 3n സ്ക്വയറിൻ്റെ ടേം ഉണ്ടാവും. ഇത് രണ്ട് ക്യാൻസൽ ആയി പോയി. ബാക്കിയുള്ള ടേംസ് ഒക്കെ ഉണ്ടാവും. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ദ ആൻസർ. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും 6n ഇവിടെ ടേം ഉണ്ട് മൈനസ് 3n സ്ക്വയർ മൈനസ് 9n മൈനസ് 7 എന്നുള്ള ടേം കൂടി ഇതിലുണ്ട് കേട്ടോ. ഓക്കെ, ഇത് എസ് എൻ പ്ലസ് ഡെൽറ്റ സ്ക്വയർ എസ് എൻ പ്ലസ് 1 ആയിട്ടുള്ളൂ. അതിന് ഡെൽറ്റ എസ് എൻ കുറയ്ക്കണം. അപ്പോൾ ഡെൽറ്റ എസ് എൻ കുറയ്ക്കുമ്പോൾ യു വിൽ ഗെറ്റ് 6n പ്ലസ് 2 എന്ന് കിട്ടും. ഓക്കെ, വീണ്ടും ഇതേപോലെ ചെയ്തു. ഡെൽറ്റ റേസ് ടു 4sn ഇസ് ഈക്വൽ ടു ഡെൽറ്റ ഓഫ് ഡെൽറ്റ ക്യൂബ് എസ് എൻ വിച്ച് ഈസ് ഈക്വൽ ടു ഡെൽറ്റ ക്യൂബ് എസ് എൻ പ്ലസ് 1 മൈനസ് ഡെൽറ്റ ക്യൂബ് എസ് എൻ എന്ന് കിട്ടും. ഡെൽറ്റ ക്യൂബ് എസ് എൻ പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക ഇവിടെ n പ്ലസ് 1 കൊടുക്കുക. അപ്പോൾ എന്താ കിട്ടുക വിച്ച് ഈസ് ഈക്വൽ ടു 6 into n plus 1 plus 12 മൈനസ് ഡെൽറ്റ എസ് എൻ എന്താണ് 6n plus 12. അപ്പോൾ 12ഉം 12ഉം വെട്ടിപ്പോയി, പിന്നെ 6n വെട്ടിപ്പോയി, ബാക്കി 6 എന്ന് ആൻസർ കിട്ടും. ഓക്കെ, സോ ഡെൽറ്റ റേസ് ടു 4sn ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും ഡെൽറ്റ റേസ് ടു 4sn ഇസ് ഈക്വൽ ടു 6. ഇനി നമ്മൾ എന്ത് ചെയ്തു ഡെൽറ്റ റേസ് ടു 5sn ഇസ് ഈക്വൽ ടു ഡെൽറ്റ ഓഫ് ഡെൽറ്റ റേസ് ടു 4sn ഇസ് ഈക്വൽ ടു ഡെൽറ്റ റേസ് ടു 4sn പ്ലസ് 1 മൈനസ് ഡെൽറ്റ റേസ് ടു 4sn എന്ന് കിട്ടും. ഇതെന്താണ് n കാണുന്നത് n പ്ലസ് 1 എടുക്കുക. അപ്പോൾ 6 മാത്രമേ ഉള്ളൂ, അവിടെ n ഇല്ല. അപ്പോൾ 6 തന്നെ കിട്ടും. മൈനസ് 6n എന്ത് കിട്ടും 6. അപ്പോൾ ഈക്വൽ ടു 0. എങ്ങനെ കിട്ടി മനസ്സിലായില്ലേ? നോക്കൂ, ഡെൽറ്റ റേസ് ടു 4sn എന്ന് പറഞ്ഞാൽ 6 ആണ്. അപ്പോൾ ഡെൽറ്റ റേസ് ടു 4sn പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം ഇവിടെ n കാണുന്നോടത്ത് n പ്ലസ് 1 കൊടുക്കണം. ഇവിടെ എന്തില്ല n ഇല്ല, കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ തമ്മിൽ ഡിഫറൻസ് എന്ത് കിട്ടും 6 മൈനസ് 6 കിട്ടും 0.
അതേപോലെ ഇനി അവിടുന്ന് 1 6 0 കിട്ടിയാൽ ബാക്കി എല്ലാം 0 ആയിരിക്കും അല്ലേ. അടുത്ത ടേം എന്തുണ്ടാവും 0 - 0 എന്ന് വരും. അപ്പോൾ ബാക്കിയുള്ള ടേംസ് ഒക്കെ 0 ആണ്. അതാണ് ഇവിടെ പറഞ്ഞത് Δ⁴ വരെ ഉണ്ടാവുള്ളൂ. ബാക്കി അവിടുന്ന് ഒക്കെ എന്താണ് Δ⁵, Δ⁵ ഒക്കെ 0 ആണ്. അപ്പോൾ നമുക്ക് ഡെൽറ്റ കിട്ടി, Δ², Δ³ Δ⁴ കിട്ടി. പിന്നെ അവിടുന്ന് ഒക്കെ 0 ആണ്. അപ്പോൾ അതോട് നമുക്ക് പറയാൻ പറ്റും therefore Sn is a polynomial of 4th degree in n. ഓക്കെ, കാരണം Δ⁵ മുതൽ 0 ആയതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും Sn എന്നുള്ളത് എന്താണ്, ഇറ്റ്സ് എ പോളിനോമിയൽ ഓഫ് ഡിഗ്രി n, ഡിഗ്രി 4 ഉള്ള പോളിനോമിയലാണ്. കാരണം എന്തുകൊണ്ടാണ് Δ⁵ 0 ആയതുകൊണ്ട്. ഓക്കെ, അപ്പോൾ Δ⁵ ആണ് 0 വരുന്നത് വെച്ചാൽ പോളിനോമിയൽ ഇൻ 5 ഡിഗ്രി. ഓക്കെ, Δ⁵ ആണ് 0 വരുന്നത് വെച്ചാൽ നമുക്ക് എന്താ പറയാൻ പറ്റും പോളിനോമിയൽ ഇൻ 7 ഡിഗ്രി. അപ്പോൾ Δ⁵ 0 ആയതുകൊണ്ട് ഇറ്റ്സ് എ പോളിനോമിയൽ ഇൻ 4th ഡിഗ്രി എന്ന് പറയാൻ പറ്റും. therefore Sn is a polynomial in 4th degree. ഇനി നമ്മൾ നോക്കി നോക്കാം S1. അപ്പോൾ നമുക്ക് കിട്ടിയ കാര്യങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. Sn എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് 1³ + 2³ + എക്സെട്രാ n³ ആണ്. അപ്പോൾ S1 എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക, ഫസ്റ്റ് ടേം മാത്രം n-ന് 1 കൊടുക്കുക. അപ്പോൾ ഇത് മാത്രം ഉണ്ടാവും 1³ ദാറ്റ് ഈസ് 1. അതാണ് S1 = 1 എന്ന് പറഞ്ഞത്. ഓക്കെ, ഇനി Δ⁷Sn നോക്കാം. Δ⁷Sn നമുക്ക് എന്താ കിട്ടിയത്, we get Δ⁷Sn = n + 1³ എന്നാണ് കിട്ടിയത്. അപ്പോൾ Δ⁷S1 എന്ത് കിട്ടും 1 + 1³ that is 2³ that is equal to 8 കിട്ടി. Similarly Δ²Sn എന്താ കിട്ടിയത്, Δ²Sn എന്ന് പറഞ്ഞാൽ 3n² + 9n + 7 എന്ന് കിട്ടി. അപ്പോൾ Δ²S1 എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക, n-ന് 1 കൊടുക്കുക. അപ്പോൾ 3 × 1² + 9 × 1 + 7 that is 3 + 9 + 7 is equal to 19 എന്ന് കിട്ടും. അതാണ് കിട്ടുന്നത്. സിമിലർലി Δ³Sn എന്ന് എഴുതാം. Δ³Sn എന്ന് പറഞ്ഞാൽ എന്താണ് 6n + 12 ആണ് Δ³ വരുന്നത്. അപ്പോൾ Δ³Sn എന്ന് പറഞ്ഞാൽ 6n + 1. therefore Δ³S1 is equal to 6 × 1 + 1 that is equal to 7 എന്ന് കിട്ടും. n + 12 ആണ്, 6n + 12 ആണ്. so we get 6 + 12 എന്ന് കിട്ടും. 6 × 1 + 12 that is equal to 6 + 12 that is 18. so we get the answer. and similarly last value എന്താണ്, Δ⁴Sn is equal to 6 ആണ്. Δ⁴Sn എന്താണ് 6 ആണ്. അപ്പോൾ Δ⁴S1 എന്നിട്ടും n-ന് 1 കൊടുക്കുക, 6 തന്നെ കിട്ടും. സോ നമുക്ക് എന്ത് കിട്ടി, നമുക്ക് S1 is equal to നമുക്ക് എന്ത് കിട്ടി 1, Δ⁴S1 6, 8, Δ²S1 19, Δ³S1 18, Δ⁴S1 6 കിട്ടി. ഇനി നമുക്ക് ന്യൂട്ടൺസ് ഫോർവേഡ് ഇന്റർപോളേഷനിൽ കൊടുക്കുക. അപ്പോൾ ന്യൂട്ടൺസ് ഫോർവേഡ് ഡിഫറൻസ് ഫോർമുല എന്താണ്, yn is equal to yn ഇവിടെ Sn ആണ്. Sn is equal to S1 y0 plus p into Δy0 plus p into p minus 1/2 factorial into Δ² y0 plus etc. എന്നാണ്. ഇവിടെ p എന്താ നോക്കാം. ഇവിടെ p എന്ന് പറഞ്ഞാൽ എന്താണ്, p is equal to n minus x-ന് പകരം n ആണ് മൈനസ് y0 എന്ന് പറഞ്ഞാൽ 1 ആണ് ബൈ h എത്രയാണ് 1 2 3. ഇതിൻ്റെ ഡിഫറൻസ് എത്രയാണ്, ഇതിനൊക്കെ കോമൺ ഡിഫറൻസ് 1 ആണ്. അപ്പോൾ 1 കിട്ടും. സോ p is equal to എന്ത് കിട്ടും, p is equal to n minus 1. കാരണം എന്തുകൊണ്ടാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് Sn ആണ്. അതായത് x is equal to എത്രയാണ്, n ആണ്. x is equal to n ആണ്. പിന്നെ ഇവിടുത്തെ s എന്താണ്, നമ്മൾ ഇക്വേഷൻ എന്താണ്, p കാണാനുള്ള ഇക്വേഷൻ എന്താണ്, p is equal to x minus x0 by h എന്നാണ്. x ന് പകരം n,
എക്സ് നോട്ട് എന്ന് പറഞ്ഞാൽ 1, ഫസ്റ്റ് ടേം 1, പിന്നെ എച്ച് എന്ന് പറഞ്ഞാൽ 1 2 3 അതിൻ്റെ കോമൺ ഡിഫറൻസ് 1, അപ്പോൾ n-1 കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സോ വി ഗെറ്റ് Sn is equal to, ഇവിടെ നമ്മൾ പറഞ്ഞു വൈ നോട്ടിന് പകരം ആരാണ് S1, നമ്മൾ വൈ നോട്ടിന് പകരം S1 ആണ്, ഡെൽറ്റ വൈ നോട്ടിന് പകരം ഡെൽറ്റ S1 ആണ് പറഞ്ഞു. അപ്പോൾ വൈ നോട്ട് പറഞ്ഞാൽ S1 പ്ലസ് പി ഇൻറ്റു ഡെൽറ്റ S1, അപ്പോൾ 8 കിട്ടിയിട്ടുണ്ട്, പ്ലസ് പി ഇൻറ്റു പി മൈനസ് 1, അപ്പോൾ n-1 that is n-2/2 factorial, 2 factorial is 2, into delta cube S1 19 plus p into p minus 1 into p minus 2 by 3 factorial, that is 6, into delta raised to cube S1 plus p into p minus 1 into p minus 2 into p minus 3 by 3 factorial is 24 into delta raised to 4 S1 കിട്ടി. നമ്മൾ എന്ത് ചെയ്യുക, ഇത് സോൾവ് ചെയ്യുക. സോ വി ഗെറ്റ് n raised to 4/4 plus n cube by 2 plus n square by 4 എന്ന് കിട്ടും. അപ്പോൾ എന്ത് ചെയ്യുക, എൽസിയം എടുക്കുകയാണ്, എന്ത് ചെയ്യുക, n into n plus 1/2 whole square എന്ന് കിട്ടും. ഓക്കെ, സോ വി ഗെറ്റ് ദ ആൻസർ n into n plus 1/2. ഇതെങ്ങനെയാണ് കിട്ടിയെന്നുള്ള ഡൗട്ട് ഉണ്ടെങ്കിൽ നോക്കാം. എന്ത് ചെയ്യാം, ഈ ടേം ഒന്ന് എല്ലാ ടേം ഒന്നും ആര് കൊടുക്കാം, n²/4 പുറത്തേക്ക് എടുക്കുക. സോ ബാക്കി ആരുണ്ടാവും, n² പ്ലസ് എന്തുണ്ടാവും 1/2 n plus 1. സോ ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, n plus 1/2 whole square എന്ന് കിട്ടും. ഓക്കെ, n² പുറത്തേക്ക്, എല്ലാ ടേമിനും n² പുറത്തേക്ക് എടുത്താൽ മതി. സോ എല്ലാ ടേമിനും n² പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക, സോ വി ഗെറ്റ് ദ ആൻസർ. ഇതൊന്ന് എല്ലാ ടേമിനും n² പുറത്തേക്ക് എടുക്കുമ്പോൾ n² ഇൻറ്റു n²/4 പ്ലസ് n/2 പ്ലസ് 1/4 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എല്ലാറ്റിനും 4 പുറത്തേക്ക് എടുക്കുക. അപ്പോൾ അവിടെ ഇൻറ്റു 2 എന്നാവും. 4 പുറത്തേക്ക് എടുക്കുമ്പോൾ എല്ലാറ്റിലും 4 പുറത്തേക്ക് എടുക്കുമ്പോൾ എന്താവും, 4 ഉണ്ടാവും. സോ n²/4 ഇൻറ്റു n² പ്ലസ് 2n പ്ലസ് 1 കിട്ടും. n² പ്ലസ് 2n പ്ലസ് 1 എന്ന് പറഞ്ഞാൽ a പ്ലസ് b ഹോൾ സ്ക്വയർ രൂപത്തിലാണ്. സോ ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, വി ഗെറ്റ് n²/4 ഇൻറ്റു n പ്ലസ് 1 ഹോൾ സ്ക്വയർ. സോ ഇത് നമുക്ക് എന്ത് എഴുതാം, എല്ലാറ്റിലും സ്ക്വയർ ഉണ്ട്. ഈ 4 നമുക്ക് 2² എന്ന് എഴുതാന്ന് വെച്ചാൽ n² n plus 1²/2² എന്ന് കിട്ടും. അപ്പോൾ എല്ലാറ്റിലും 2 കോമൺ ആക്കി പുറത്തേക്ക് എടുക്കുക, പവർ കോമൺ ആക്കി എടുക്കുക. സോ n into n plus 1/2 whole square എന്ന് കിട്ടും. ഓക്കെ, താങ്ക് യു.